ഹായ് 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 നമ്മുടെ മാത്സിന്റെ എല്ലാ ആനുവൽ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന നാളത്തെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാഷിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് ഉറപ്പായിട്ടും ഈ ചോദ്യം നാളത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ? സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും നമ്മുടെ 4ാം ക്ലാസ്സിൽ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വെച്ചോ. എന്നാൽ അതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. ലൈവ് ക്ലാസ്സും ആരും മിസ്സാക്കാതെ കാണുക. പിന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അടുത്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ചോദ്യം. സിമ്പിളാണ്. സംഭവം എന്താണെന്നറിയോ? ഇവിടുത്തെ ഒരു ഷേപ്പ് ഉണ്ട്. അതിൽ ഒരേപോലുള്ള 3 ഭാഗങ്ങൾ നിറം കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ വലുപ്പമുള്ള ഒരു ഭാഗം നിറം കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിറം കൊടുത്തിട്ടുള്ള ഭാഗത്തിൻ്റെ നമ്പർ എത്ര ഭാഗമാണ് നിറം കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. എഴുതാൻ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കേ, ആകെ 1 2 3 4 ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ? ഇതിൻ്റെ അതേ വലുപ്പമാണ് ഇതിനും, അതേ വലുപ്പമാണ് ഇതിനും. ഇത് നേരെ തല കുത്തുന്ന വെച്ചാൽ അതേ വലുപ്പമുള്ള ഒരു കഷ്ണമാണ് ഇതിന് നടുവിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളുണ്ട് ഇതിൽ. അതിൽ എത്ര കഷ്ണമാണ് നിറം കൊടുത്തത്? 1 2 3. 4 എണ്ണത്തിൽ 3 എണ്ണത്തിൽ നിറം കൊടുത്തു. അപ്പോൾ 4 എണ്ണത്തിൽ 3 എണ്ണത്തിൽ നിറം കൊടുത്തു. നമുക്കിത് 3/4 ഇങ്ങനെ പറയാം. ആകെ എത്ര കഷ്ണങ്ങൾ ഉണ്ട് എന്നുള്ളത് താഴെ എഴുതണം. നിറം കൊടുത്തുള്ള കഷ്ണത്തിൻ്റെ എണ്ണം മുകളിൽ എഴുതണം. അപ്പോൾ നിറം കൊടുത്ത ഭാഗം എത്ര ചോദിച്ചാൽ അതാണ്. ആകെ 4 ഭാഗത്തിൽ 3 ഭാഗം നിറം കൊടുത്തു. അപ്പോൾ 3/4 വേണം നമ്മൾ എഴുതാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ആകെയുള്ള കഷ്ണത്തിൻ്റെ എണ്ണം നമ്മൾ രണ്ടാമതാണ്, താഴെയാണ് പറയേണ്ടത്. അത് പ്രത്യേകം ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ നോക്കേ, ഒരു കഷ്ണം, അടുത്ത കഷ്ണം, അടുത്ത കഷ്ണം, അടുത്ത കഷ്ണം. ഇവിടെ എന്താണ്? ഒരേ വലുപ്പമുള്ള 4 കഷ്ണമുണ്ട്. എത്ര കഷ്ണത്തിന് നിറം കൊടുത്തത്? 1 2 കഷ്ണത്തിന് നിറം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരേ വലുപ്പമുള്ള 4 കഷ്ണത്തിൽ 2 കഷ്ണത്തിന് നിറം കൊടുത്തു. നമുക്ക് എങ്ങനെ പറയാം? 2/4 എന്ന് പറയാം. സിമ്പിൾ. ഒരേ വലുപ്പമുള്ള എത്ര കഷ്ണങ്ങളുണ്ട് നോക്കുക, അതിൽ എത്ര കഷ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട് നോക്കുക. ഇവിടെ ഒരേ വലുപ്പമുള്ള 4 കഷ്ണങ്ങളുണ്ട്, അതിൽ 2 കഷ്ണത്തിനാണ് നിറം കൊടുത്തത്. അപ്പോൾ 2/4 ഭാഗത്തിനാണ് നിറം കൊടുത്തത്. ഇനി അടുത്തത് ഇവിടെ നോക്കേ, ഇവിടെ 1 2 3 4 ഒരേ വലുപ്പമുള്ള 4 കഷ്ണമുണ്ട്. അതിലിത് ഇവിടെ ഒരു കഷ്ണത്തിന് മാത്രമാണ് നിറം കൊടുത്തത്. ഒരേ വലുപ്പമുള്ള 4 കഷ്ണത്തിൽ ഒരു കഷ്ണത്തിന് നിറം കൊടുത്തു. നമുക്ക് എങ്ങനെ പറയാം? 1/4 എന്ന് പറയാൻ വേണ്ടി കഴിയും. സിമ്പിൾ. ഇനി ഇവിടെ നോക്കിയാലോ, ഇവിടെ 1 ഇതേ വലുപ്പമുള്ള രണ്ടാമത്തെ കഷ്ണം, അതേ വലുപ്പമുള്ള ഒരു കഷ്ണം താഴെയുണ്ട്. അങ്ങനെ ഒരേ വലുപ്പമുള്ള 3 കഷ്ണങ്ങളല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഒരേ വലുപ്പമുള്ള 3 കഷ്ണം, അതിൽ എത്ര കഷ്ണത്തിന് നിറം കൊടുത്തു? 1 2 കഷ്ണത്തിന് നിറം കൊടുത്തു. അപ്പോൾ എത്ര കഷ്ണത്തിന് നിറം കൊടുത്തതെന്ന് ചോദിച്ചാൽ 3ൽ 2 ഭാഗത്തിന് നിറം കൊടുത്തു. 2/3 നമുക്ക് പറയാൻ വേണ്ടി കഴിയും അല്ലേ? അപ്പോൾ 2/3 ഭാഗത്തിന് നിറം കൊടുത്തു. സിമ്പിൾ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് എത്ര ഭാഗം ചോദിച്ചാൽ ഉത്തരമായി. അപ്പോൾ ഇങ്ങനെ എഴുതാനുള്ള ചോദ്യം ഉറപ്പായിട്ട് എക്സാമിന് വരും. ഇനി അതുപോലെ തന്നെ വേറെ ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കാം. ഇതിൽ ഏതോ ഒരു കഷ്ണം 1/2 ഭാഗത്തിന് നിറം കൊടുത്തത് പോലെയാണ്. ഇതിലെ ഏത് ചിത്രമാണ് 1/2 ഭാഗത്തിന് നിറം കൊടുത്തത്? ഈ 1/2ന്റെ അർത്ഥം എന്തായിരിക്കും? 3/4ന്റെ അർത്ഥം എന്താ? ഒരേപോലുള്ള 4 കഷ്ണത്തിൽ 3 കഷ്ണത്തിന് നിറം കൊടുത്തു. 1/2ന്റെ അർത്ഥം എന്തായിരിക്കും? ഒരേപോലുള്ള 2 കഷ്ണം ഉണ്ടാവണം. ഒരേപോലുള്ള 2 കഷ്ണം ആക്കിയിട്ട് അതിൽ ഒരു കഷ്ണം നിറം കൊടുത്തതായിരിക്കും 1/2 അല്ലേ? അപ്പോൾ 1/2 ഭാഗം നിറം കൊടുത്തത് ഇതിൽ ഏതോ ഒരു ചിത്രത്തിലുണ്ട്. അത് ഏതാ നമ്മൾ നോക്കണം. ഇത് 1/2 ആണോ? അല്ല. ഇത് നോക്കുമ്പോൾ 1/2 എന്നല്ലല്ലോ, 2/4 ആണല്ലേ. ഇത് നോക്കുമ്പോൾ 1/2 അല്ല, 1/4 ആ. ഇത് നോക്കുമ്പോൾ 1/2 അല്ല, 2/3 ആ. അപ്പോൾ ഇതിൽ ഏതാണ് 1/2 ഭാഗം നിറം കൊടുത്തത്? ഒന്നുമല്ല. അങ്ങനെയാണോ? അല്ല. ഇതിൽ നിന്ന് 1/2 ഭാഗം നിറം കൊടുത്തതാണ്. ഈ ചിത്രം നോക്കിക്കേ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരേ വലുപ്പമുള്ള 2 കഷ്ണത്തിൽ ഒരു കഷ്ണം നിറം കൊടുത്ത പോലെ ചിന്തിക്കാം. എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ ഒരു കഷ്ണമുണ്ട് അല്ലേ? അതേ വലുപ്പമുള്ള കഷ്ണമാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഒരു കഷ്ണമുണ്ട്, അതേ വലുപ്പമുള്ള ഒരു കഷ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരേപോലുള്ള 2 കഷ്ണങ്ങളുണ്ട് ഇവിടെ അല്ലേ? അത് ഒരു കഷ്ണമാണ് നിറം കൊടുത്തത്. ഒരേപോലുള്ള 2 കഷ്ണത്തിൽ ഒരു കഷ്ണം നിറം കൊടുത്തെന്ന് വെച്ചാൽ എന്താ? 1/2 എന്ന് പറഞ്ഞൂടെ? അപ്പോൾ നമുക്ക് 1/2 എന്ന് കൂടെ വിളിക്കാം അല്ലേ? 2/4 നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിത്രത്തിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ ഒരേപോലെ 2 കഷ്ണം, അതിൽ ഒരു കഷ്ണം നിറം കൊടുത്തു. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഇതിന് 1/2 എന്ന് കൂടെ വിളിക്കാം. അപ്പോൾ ഇതിന് 1/2 എന്നാക്കാനും കഴിയും, 2/4 എന്നാക്കാനും കഴിയും. 2/4 എന്ന് പറഞ്ഞാലും ശരിയാണ്, 1/2 എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് 1/2 ഭാഗം നിറം കൊടുത്തത്? ഇതാണ്. ഇതിന് 1/2 ഭാഗമാണ് നിറം കൊടുത്തത്? അല്ല അല്ലേ? ഇതിന് 1/2 അല്ല. കാരണം കുറേ ഭാഗം നിറം കൊടുക്കുക ചെയ്ത് കുറച്ച് ഭാഗം നിറം കൊടുക്കാത്തതേ ഉള്ളൂ. ഇതിന് 1/2 ഭാഗമാണ് നിറം കൊടുക്കാത്തത്. നമ്മളിങ്ങനെ നടുവ് കൂടെ മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണോ? അല്ല. ഇവിടെ നിറം കൊടുത്തതിന് അതേ വലുപ്പമുള്ളത് 3 നിറം കൊടുക്കാത്തത്. അപ്പോൾ ഇവിടെ 4 കഷ്ണത്തിൽ ഒരു കഷ്ണേ നിറം കൊടുക്കാത്തതുള്ളൂ. 4 കഷ്ണത്തിൽ ഒരു കഷ്ണം നിറം കൊടുത്തതുള്ളൂ. അപ്പോൾ 4ൽ 1 തന്നെയാണ്. ഇത് 1/2 ആവൂല. ഇതും നോക്കിയാൽ 1/2 ആവൂല.
1/2 എന്ന് വെച്ചാൽ പകുതിയാണ്. ഒരേ വലിപ്പമുള്ള 2 കഷ്ണത്തിൽ ഒരു കഷ്ണമാണ് 1/2. പകുതി നമുക്ക് പറയാം. ഇതിലാണ് പകുതി ഭാഗം നിറം കൊടുത്തത്, ബാക്കിയുള്ളൊന്നിലും പകുതി ഇല്ല. അപ്പോൾ ഇങ്ങനെ പറയാനും ഇതിൻ്റെ നമ്പർ പറയാനും നമ്മൾ എക്സാമിന് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു ചിത്രം തന്നാൽ അതിന് ഇതുപോലെ നമ്പർ ആക്കാൻ വേണ്ടി പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോകാവും. സിമ്പിളാണ് സാധനം. ഇനി നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് വരുന്ന രൂപത്തിൽ ഇന്ന് വൈകുന്നേരം ലൈവിലും പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം ലൈവിലോട്ട് എത്തുക. പിന്നെ എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ മാഷ് ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമുക്ക് എന്തായാലും വൈകുന്നേരം ലൈവിൽ കാണാം. ബൈ ബൈ.